ആ സ്റ്റേ റിജക്റ്റ് ചെയ്ത പശ്ചാത്തലത്തിലാണ് SFIO തയ്യാറാക്കി വെച്ചിരുന്ന കുറ്റപത്രം കോടതിയിൽ നൽകിയത്. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ അനുമതിയും ലഭിച്ചു. സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചു. ഇനിയിപ്പോൾ SFIO അന്വേഷണം തടസ്സപ്പെടുത്തണം അല്ലെങ്കിൽ അനുവദിക്കരുതെന്ന് പറഞ്ഞുള്ള കേസ് ഇൻഫ്രക്ചസ് ആയി എന്ന് പറഞ്ഞാൽ അത് കാലാരണപ്പെട്ടു തീർന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയാൻ ശ്രമിച്ച കാര്യം, ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഒന്നുമില്ല, മുഖ്യമന്ത്രിക്കെതിരെ തെളിവില്ല എന്ന് വിജിലൻസ് കോടതി കണ്ടെത്തി എന്നൊരു വാദം മുന്നോട്ട് വെച്ചു. അദ്ദേഹം അത് പറയുന്നതിന് മുമ്പ്, എനിക്ക് വളരെ നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹം തന്നെ ഔദ്യോഗികമായി CPM പറഞ്ഞ ഒരു വാചകം നിങ്ങൾ അതിൽ നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം മാസപ്പടി കേസ് കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ ഉയർത്തി ഇത് വലിയ കൊള്ളയാണെന്നും അഴിമതിയാണെന്നും 2 കമ്പനികളുടെ പേരിൽ നടന്ന അഴിമതി പണത്തിൻ്റെ ട്രാൻസാക്ഷൻ ആണെന്നും പറഞ്ഞപ്പോൾ ആദ്യമായി വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളെ ഡിഫെൻഡ് ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കിയ പത്രക്കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഒഫീഷ്യൽ പ്രസ് റിലീസ്. അതിൽ CPM എന്ന പാർട്ടി, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞത് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ്, ഇതിൽ അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല, കിട്ടിയ പണത്തിന് ടാക്സും അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ അഴിമതിയില്ല എന്ന് CPM പറഞ്ഞു. ഇദ്ദേഹം ഇന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ടത് CPM അന്ന് പറഞ്ഞ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവുമില്ല, ഒരു കാര്യവുമില്ല, ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മറ്റാളുകൾക്കും പണം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് CMRLന്റെ പണം നൽകിയ CFO അടക്കമുള്ള അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടിയുണ്ട്. ആ ചോദ്യം ഇതായിരുന്നു, പ്ലീസ് സ്റ്റേറ്റ് ഫോർ വിച്ച് പർപ്പസ് ദ പേയ്മെന്റ്സ് വെർ ബീൻ മെയ്ഡ്. അതായത് വീണ വിജയൻ അടക്കം നൽകിയ പേയ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്, സേവനം നൽകിയിരുന്നില്ല എന്നുള്ളതാണല്ലോ CPMന്റെ ആർഗ്യുമെന്റ്. ദീസ് പേയ്മെന്റ്സ് വെർ being made to functionaries, members of various political parties, media houses, police, etc. for smooth functioning of our business, especially in view of the fact that we obtain illuminate which is mined by PSUs as our raw material. This in turn is having environmental impact. Due to that, we receive large number of threats to obstruct our business or to hinder smooth functioning of our day-to-day activities. മാത്യു കുഴൽനാടൻ MLA ഈ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിക്കുകയാണ്. ഈ വിഷയത്തിൽ ആദ്യം മുതൽ ഒരു ഹർജിക്കാരനായി ഉണ്ടായിരുന്ന ആളാണ് മാത്യു. ഇപ്പോൾ SFIO അന്വേഷണത്തിന്റെ വിവിധ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കുകയാണ്.